السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ഗാഷിയ അഥവാ ജുമുഅയിലും അതേപോലെ തന്നെ ജുമുഅയുടെ തൊട്ടു മുമ്പുള്ള അഥവാ വ്യാഴാഴ്ച രാത്രിയിലുള്ള ഇശാ നിസ്കാരത്തിലൊക്കെ ഓതൽ സുന്നത്തായ സൂറത്താണ് സൂറത്തുൽ ഗാഷിയ. ഹൽ അതാക ഹദീസുൽ ഗാഷിയ എന്ന് പറയുന്ന സൂറത്ത്. ഈ സൂറത്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ഇത് ആയത്തുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ 4 ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് സൂറത്ത് ഒന്ന് ഓതിയിട്ട് എന്ത് ചെയ്യാം, ആരംഭിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹൽ അതാക ഹദീസുൽ ഗാഷിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. അപ്പൊ ഇനി ഓരോ ആയത്തുകൾ നോക്കാം. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. അപ്പൊ ഇവിടെ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം? ഹ എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്ത് നിന്ന് വരുന്ന ഒരു അക്ഷരമാണ്. അപ്പൊ ഹൽ ആ തൊണ്ടയുടെ താഴ്ഭാഗത്ത് നിന്ന് തന്നെ വരുന്നതാണ്. ത എന്ന് പറയുമ്പം നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരടിൽ വെച്ചുകൊണ്ടാണ്. ഹൽ അതാക. ക എന്ന് പറയുമ്പോൾ നാവിന്റെ ആരംഭം അതിന്റെ മേലെ അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്ത് വെച്ചുകൊണ്ടാണ്. ഹൽ അതാക. ഹദീസുൽ ദായും എന്താണ്, അതേ സ്ഥലത്ത് തന്നെയാണ്. ഹദീസുൽ സ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ അറ്റത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ഗൈൻ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഹ തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്നാണ്. ഗാഷിയ ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ നാവിന്റെ മധ്യവും മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടാണ്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. വേറെ ഒന്നുമില്ല ഇവിടെ. ഹദീസു എന്നുള്ളത് സ എന്നുള്ള അക്ഷരാണ്. അത് ഹദീസുൽ എന്നായി പോകാൻ പാടില്ല. വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല.
പിന്നെ ഷ എന്ന് പറയുന്നത് മലയാളത്തിലുള്ളതുപോലെ 2 ഷകളില്ല. അറബിയിൽ ഒറ്റ ഷായേ ഉള്ളൂ. അതെന്താണ്? നാവിന്റെ മധ്യം, നാവിന്റെ മധ്യഭാഗം അത് മേലെ അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ടുള്ളതാണ്. ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഗാശിയ, ഗാശിയ. അടുത്ത ആയത്ത് നോക്കാം. വുജൂഹുൻ യൗമഇദിൻ ഖാശിയ, വുജൂഹുൻ യൗമഇദിൻ ഖാശിയ. വ വ അറിയാലോ, ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. അല്ലാതെ ഫായുടെ മഖറജ് പോലെ മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല. വ വ വ എന്ന് ഉച്ചരിക്കാൻ പാടില്ല. വ എന്ന് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം. ഇനി വുജൂഹുൻ, ജ നാവിന്റെ മധ്യവും മേലെ അണ്ണാക്കുമാണ്. വുജൂഹുൻ യൗമഇദിൻ. ഇവിടെ ഒരു നിയമമുണ്ട്. ഞാൻ എന്ത് ചെയ്യാം, ആദ്യ അക്ഷരങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ എന്താണ്? ജ എന്നുള്ള അക്ഷരം നാവിന്റെ മധ്യവും മേലെ അണ്ണാക്കുമാണ്. ഇവിടെയുള്ള ഖാശിയ എന്ന് പറയുന്ന ഷായു എന്താണ്? നാവിന്റെ മധ്യവും മേലെ അണ്ണാക്കുമാണ്. ഖാശിയ എന്ന് പറയുന്ന അതും എന്താണ്? നാവിന്റെ മധ്യവും മേലെ അണ്ണാക്കുമാണ്. പിന്നെ ഇവിടെ ഹ എന്നുള്ള അക്ഷരമുണ്ട്. അത് തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ് ഹ എന്നുള്ള അക്ഷരം നമ്മൾ ഉച്ചരിക്കുന്നത്. ഇനി ഇതിലുള്ള നിയമങ്ങൾ ഞാൻ പറയാം. അപ്പൊ ഇവിടെ അക്ഷരങ്ങൾ റെഡിയാണല്ലോ. വുജൂഹുൻ, ജ നാവിന്റെ മധ്യവും മേലെ എണ്ണാക്കുവാണ്. യൗമഇദിൻ, അവിടെ യാ ആ അക്ഷരവും എന്താണ്? നാവിന്റെ മധ്യവും മേലെ എണ്ണാക്കുവാണ്. ഖാശിഅ, ഹ ഹ തൊണ്ടയുടെ മേൽഭാഗമാണ്. പിന്നെ ഐൻ നിങ്ങൾക്കറിയാം തൊണ്ടയുടെ മധ്യമാണ്. യൗമഇദിൻ ഹംസ് തൊണ്ടയുടെ താഴ്ഭാഗമാണ്. ദ എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗവുമാണ്. ഇവിടെ 2 നിയമങ്ങളുണ്ട്. ഒന്ന് ഇവിടെ വുജൂഹുൻ യൗമഇദിൻ എന്ന് പറയുന്ന നിയമവും, അതേപോലെ തന്നെ എന്താണ് അടുത്ത ഒരു നിയമമുണ്ട്, യൗമഇദിൻ ഖാശിഅ എന്ന് പറയുന്ന 2 നിയമങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ നിയമം ഒന്ന് നോക്കാം. വുജൂഹുൻ യൗമഇദിൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ എന്താണ് തൻവീന്. ഈ തൻവീൻ എന്ന് പറയുമ്പോൾ ഉച്ചാരണത്തിലുള്ള നൂനാണ്. ഇതിന് ശേഷം നൂന് വാവ് മീമ് യ എന്താണ്? നൂന് വാവ് മീമ് യ ഈ 4 അക്ഷരങ്ങൾ വന്നാൽ നമ്മൾ ഇദ്ഗാമും ബിഗുന്ന എന്നാ പറയാ. മണിച്ചുകൊണ്ട് ചേർത്തോതണം. മണിച്ചുകൊണ്ട് അല്ലെ മണിക്കലോട് കൂടെ ചേർത്തോതണം. അപ്പൊ വുജൂഹുൻ യൗമഇദിൻ വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല, പറയാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വുജൂഹുൻ യൗമഇദിൻ എന്നുള്ളതിന് പകരം വുജൂഹുൻ യൗമഇദിൻ. അപ്പം വുജൂഹുൻ യൗമഇദിൻ എന്ന് പറയുമ്പോൾ ഈ തെൻവീനിനെ നമ്മൾ യായിലേക്ക് ചേർത്തു. അപ്പൊ വുജൂഹു യൗമഇദിൻ എന്നല്ല. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഒന്ന് മണിക്കുക കൂടി വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വുജൂഹു യൗമഇദിൻ, വുജൂഹു യ. അപ്പം ഈ തെൻവീനിനെ യായിലേക്ക് ചേർക്കുന്നു. അത് വുജൂഹുയ്യ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? വുജൂഹുയ്യ. അപ്പൊ മണിച്ചിട്ട് അങ്ങ് ചേർത്തോതും. വുജൂഹുൻ യൗമഇദിൻ ഖാശിയ. ഇവിടെ അടുത്തൊരു നിയമമാണ് നൂന് തെൻവീന്. ഈ പറഞ്ഞതിന് ശേഷം അംസ്ഹ ഐൻഹ ഗൈൻഹ ഈ ഏത് അക്ഷരങ്ങൾ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് ഉച്ചരിക്കണം. യൗമഇദിൻ ഖാശിഅ, യൗമഇദിൻ ഖാശിഅ. അപ്പം തെൻവീനിനെയും വ്യക്തമാക്കി ഉച്ചരിക്കണം, ഹ എന്നുള്ള അക്ഷരത്തെയും വ്യക്തമായി ഉച്ചരിക്കണം. ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ. ന എന്നുള്ള അക്ഷരം നാവിന്റെ അറ്റം 2 മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത്, നാവിന്റെ അറ്റം മേലെ മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് വെച്ചുകൊണ്ട് ഉച്ചരിക്കുന്നു. ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ. ന നാവിന്റെ അറ്റം 2 മുൻപല്ലുകളുടെ അഥവാ മേലെ വരിയിലുള്ള 2 മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് വെച്ചുച്ചരിക്കുന്നു. ന ന ന. ആമിലതുൻ നാസിബ. സ്വ
സ്വ എന്ന് പറയുമ്പോൾ നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിൽ, അവ രണ്ട് വരി മുൻപല്ലുകളുടെ തൊട്ടു പിന്നിൽ തൊട്ടു തൊട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കും. അതാണ് സ്വ. സ്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരണം. ഇതേ സ്ഥാനത്ത് നിന്ന് തന്നെയാണ് സായും സായും ഉച്ചരിക്കുന്നത്. പക്ഷെ ഈ രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരാൻ പാടില്ല. ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ നിയമമാണ്. സുക്കൂനുള്ള നൂന് തൻവീനിന് ശേഷം നൂന് വാവ് മീമ് യാ ആ അക്ഷരമല്ലേ വന്നത്. അപ്പൊ ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ. അപ്പൊ ഇവിടെ ന വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇത് കൃത്യമായിട്ട് മണിച്ചങ്ങ് ഉച്ചരിക്കും. ഓക്കെ, വാവും ഇയാവും വരുന്ന സമയത്ത് അത്ര ഉണ്ടാവില്ല. അതേ സമയത്ത് നൂനും മീമും വന്നാൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഉച്ചരിക്കും. ആമിലതുൻ നാസിബ, ആമിലതുൻ നാസിബ. അപ്പൊ ആമിലത്തുൻ നാസിബ എന്നാണ്. പക്ഷെ അവിടെ നമ്മൾ ഷദ്ദുള്ള നൂന് പോലെ, നൂന് ഷദ്ദുള്ളത് വന്നാലും നമ്മൾ എന്ത് ചെയ്യും? മണിച്ചുച്ചരിക്കണ്ടേ? അതേ രീതിയിൽ നമ്മൾ ഉച്ചരിക്കും. ആമിലതുൻ നാസിബ. അടുത്ത ആയത്ത് നോക്കാം. തസ്ലാ നാറൻ ഹാമിയ, തസ്ലാ നാറൻ ഹാമിയ. തസ്ലാ, ത ത ത ത എന്ന് പറയുമ്പം നമുക്കറിയാം നാവിന്റെ മധ്യഭാഗം താഴ്ന്നിട്ടാണ്. സ്വ നമ്മൾ നേരെ തൊട്ടു മുമ്പത്തേതിൽ പറഞ്ഞു നാവിന്റെ മധ്യഭാഗം ഉയർത്തിയിട്ടാണ്. അപ്പൊ രണ്ട് സ്വഭാവമുള്ള അക്ഷരങ്ങളാവുമ്പോൾ ഒന്നുകിൽ തസ്ല എന്നായി പോവും. എന്താണ്? ഒന്നുകിൽ തസ്ല എന്നായി പോവും. അല്ല, ഇനി നമ്മൾ ഓവർ ആക്കിയാൽ ഒന്നുകിൽ എന്ത് ചെയ്യും? ത്വസ്ല എന്നായി പോകും. രണ്ടും തെറ്റാണ്. തസ്ല എന്നായി പോയാലും തെറ്റാണ്, ത്വസ്ല എന്നായി പോയാലും തെറ്റാണ്. തസ്ല, തസ്ല, തസ്ല. ആദ്യം തായാണ്, രണ്ടാമത്തേത് സ്വായാണ്. തസ്ല നാറൻ ഹാമിയ, തസ്ല നാറൻ ഹാമിയ. അപ്പൊ നാറൻ ഹാമിയ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള നൂന് തൻവീനിന് ശേഷം ഹംസ് ഹ, ഐൻ ഹ, ഗൈൻ ഹ ഈ അക്ഷരങ്ങളിൽപ്പെട്ട ഹായാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് തന്നെ ഉച്ചരിക്കണം. തസ്ല നാറൻ ഹാമിയ, നാറൻ ഹാമിയ, നാറൻ ഹാമിയ, തസ്ല നാറൻ ഹാമിയ. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തുസ്ഖാ. ഇവിടെ സിമ്പിൾ ആണ്. ത സ ഒരേ പാറ്റേണിലുള്ള രണ്ട് അക്ഷരങ്ങളാണ്. തുസ്ഖാ, തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ത നിങ്ങൾക്കറിയാം നാവിന്റെ അറ്റവും മേലെ മുൻപല്ലിന്റെ മുരടുമാണ്. സ്വ അല്ലെങ്കിൽ സ നിങ്ങൾക്കറിയാം നാവിന്റെ കൂർത്ത അറ്റം രണ്ട് വരി മുൻപല്ലുകൾക്കിടയിലാണ്. അത് നിങ്ങൾക്കറിയാം. തുസ്ഖാ, ഖ എന്ന് പറയുമ്പോൾ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിൽ ടച്ച് ചെയ്തുകൊണ്ടാണ്. ഐനിൻ, ആ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ്. ആനിയ, ആ എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ്. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തുസ്ഖാ മിൻ ഐനിൻ ആനിയ, മിൻ ഐനിൻ ആനിയ. ഇവിടെയും രണ്ട് നിയമം. മിൻ ഐനിൻ, ഐനിൻ ആനിയ. ഈ പറയുന്ന രണ്ട് സ്ഥലത്തും എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ അംസ് ഹ, ഐൻ ഹ, ഗൈൻ ഹ ഈ പറയുന്ന അക്ഷരങ്ങളാണ്. മിൻ ഐനിൻ എന്ന് പറയുന്നിടത്ത് ഐനാണ്, ഐനിൻ ആനിയ എന്ന് പറയുന്നിടത്ത് ഹംസാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മിൻ ഐനിൻ ആനിയ എന്ന് പറയാൻ പറ്റില്ല. തുസ്ഖാ മിൻ ഐനിൻ ആനിയ, തുസ്ഖാ മിൻ ഐനിൻ ആനിയ. ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ, ലൈസ ലഹും, ലൈസ ലഹും, ലൈസ ലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ. ലൈസ, ലൈസ തെറ്റാണ്. ലൈസ്, ലൈസ എന്നൊക്കെ പറയില്ലേ, അത് തെറ്റാണ്. ലൈസ എന്ന് തന്നെ പറയണം. കാരണം ല കഴിഞ്ഞിട്ട് യ ഉണ്ട്. അപ്പൊ ലൈസ എന്ന് പറയുമ്പോൾ ല എന്നുള്ള ഉച്ചാരണം ലേ എന്നായി പോയി. അത് തെറ്റാണ്. ലൈസ ലഹും, ലൈസ ലഹും അല്ലാതെ ലൈസ ലഹും അല്ല. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിച്ചു. ലൈസ ലഹും എന്നല്ല, ലൈസ ലഹും. ലായാണ്,
ലേ അല്ല. ലേ എന്നുള്ള ഉച്ചാരണം അറബിയിലില്ല. അറബിയില് ല, ലാ, ലി, ലീ, ലു, ലൂ, അതേപോലെ തന്നെ എന്താണ് ല്. ഇത്രയും ഉച്ചാരണങ്ങളാണ് അറബിയിലുള്ളത്. പിന്നെയുള്ള അടുത്ത ഉച്ചാരണം എന്ന് പറയുമ്പം ഇതുപോലെയുള്ള ലവ്, ലവ്. അപ്പൊ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ എത്താം. പക്ഷെ ലവ് എന്നുള്ളത് ഒറ്റ ശബ്ദമല്ല, ലാമും വാവും കൂടി വരുമ്പോൾ ഉച്ചാരണമാണ്. പിന്നെ ലൈ, ലൈ എന്ന് പറയുമ്പോൾ നമ്മളുടെ മലയാളത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. പക്ഷെ അത് കറക്റ്റ് അല്ല. അപ്പോ എന്താണ്, അത് ലാമും യാവും കൂടി വന്നിട്ടുള്ളതാണ് ലൈ, ലൈ. അത് ലൈ അല്ല. ഓക്കെ, അപ്പം ലൈസലഹും, ലാ പല സ്ഥലത്തും നമ്മൾ തെറ്റായിട്ടാണ് ഉച്ചരിക്കുക. ലേ, ലം യലിദ്, ലം യലിദ് അല്ല, ലം യലിദ് വലം യൂലദ്. ഇപ്പം ഖുൽ ഹുവല്ലാഹുവിൽ തന്നെ ഇതേ പ്രശ്നം ഉണ്ടാവും. എന്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സ്വമദ്, ലം യലിദ്, ലം യലിദ് എന്നാ പറയാ. ലം യലിദ് രണ്ടിടത്തും തെറ്റാണ്. ലം യലിദ് തെറ്റാണ്. ലം യലിദാണ് ശരി. ഓക്കെ, അപ്പം ആരെങ്കിലും തെറ്റുള്ളവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയങ്ങളുള്ളവരുണ്ടെങ്കിൽ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസ് മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട്. ആ കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് എന്ത് ചെയ്താൽ മതി, ഒന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്ലാസ് തന്നെയാണ്, അതൊന്ന് നോക്കി പഠിച്ചു വെക്കാം. അപ്പം ലൈസലഹും, ലൈസലഹും ത്വആമുൻ, ത്വ എന്ന് പറയുമ്പോൾ നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ മുരട്ടിലാണ്. പക്ഷെ ത്വ ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരണം. അതേസമയത്ത് ദാത്ത ഇതേ മഖ്റജിൽ നിന്ന് തന്നെയാണ്, പക്ഷെ അത് ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലേക്ക് ഉയരേണ്ട ആവശ്യം ഇല്ല. ഓക്കെ ആണല്ലോ. അപ്പോ ലൈസലഹും ത്വആമുൻ ഇല്ല, ത്വആമുൻ ഇല്ല അവിടെയും വ്യക്തമായിട്ട് പറയണം. അല്ലാതെ ത്വആമുൻ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ത്വആമുൻ ഇല്ല, ത്വആമുൻ ഇല്ല, ഇല്ല മിൻ ളരീഅ, മിൻ ളരി, സുക്കൂനുള്ള നൂനിന് ശേഷം ലാ വന്നു, അതിന് ഇഖ്ഫ എന്നാണ് പറയാ. നമ്മൾ എന്ത് ചെയ്യും, ആ നൂനിനെ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് എന്ത് ചെയ്യും, ഉച്ചാരണം നടത്തും. ഇല്ലാ മിൻ ളരീഅ, മിൻ ളരി എന്നല്ല, മിൻ ളരി എന്നല്ല, മിൻ ളരീഅ. അമ നൂനിനെ എന്ത് ചെയ്യും, നമ്മൾ അവ്യക്തമാക്കി ഉച്ചരിക്കും. അപ്പൊ ലൈസലഹും ത്വആമുൻ ഇല്ലാ മിൻ ളരീഅ. ഇതിനെ നമ്മൾ ഇഖ്ഫാ എന്നാണ് പറയാം. ഇതിനെ നമ്മൾ ഇൽഹാർ എന്ന് പറയും, വ്യക്തമാക്കി പറയുക എന്ന് പറയും. പേരൊന്നും നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ജസ്റ്റ് ഉച്ചാരണം മാത്രം പഠിച്ചാൽ മതി. പഠിച്ചോ, നിങ്ങളോട് ഇവിടെയുള്ള നിയമം എന്താണെന്നൊന്നും ചോദിക്കില്ല. നിയമം കൃത്യമായി അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത്. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് മദ്രസകളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങളോട് ആ നിയമം എന്താന്നൊക്കെ നിങ്ങളുടെ ഉസ്താദുമാരൊക്കെ ചോദിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് കറക്റ്റ് ആയിട്ട് ഉച്ചരിച്ചാൽ മതി. ലൈസലഹും ത്വആമുൻ ഇല്ല, ത്വആമുൻ ഇല്ല വ്യക്തമായി പറയാ. മിൻ ളരീഅ, മിൻ ളരീഅ. ഇന്നത്തെ 6 ആയത്തുകൾ കഴിഞ്ഞു. നമുക്ക് എന്ത് ചെയ്യാം, സൂറത്ത് വളരെ പെട്ടെന്ന് ഓതി നോക്കിയിട്ട് ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള 3 ഭാഗങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പം കൂടുതൽ സമയമാകുമോ, കേൾക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അത്രയും സമയം മാത്രമേ പല ആളുകൾക്കും ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ക്ലാസ്സുകൾ ഒന്ന് ചുരുക്കി തരുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒന്ന് സൂറത്ത് ഓതിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هل أتاك حديث الغاشية وجوه يومئذ خاشعة عاملة ناصبة تصلى نارا حامية تسقى من عين آنية ليس لهم طعام إلا من ضريع لا يسمن ولا يغني من جوع وجوه يومئذ ناعمة لسعيها راضية في جنة عالية لا تسمع فيها لاغية فيها عين جارية فيها سرر مرفوعة وأكواب موضوعة ونمارق مصفوفة وزرابي مبثوثة
أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت فذكر إنما أنت مذكر لست عليهم بمسيطر إلا من تولى وكفر فيعذبه الله العذاب الأكبر إن إلينا إيابهم ثم إن علينا حسابهم. അപ്പൊ ഇൻഷാല്ല അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് കാണാം. അപ്പൊ ഇൻഷാല്ല നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ഇരുന്ന് നിങ്ങളുടെ ഖുർആൻ പാരായണത്തിലുള്ള തെറ്റുകളൊക്കെ എന്ത് ചെയ്യുക, തിരുത്തുക. അള്ളാഹു നമുക്ക് ശരിയായ രീതിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.